IBSന്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, എവിടെയെങ്കിലും ഇറങ്ങുമ്പോഴേക്കും പിന്നെയും വയറ്റിന്ന് പോകാൻ തോന്നുന്നു, അതുപോലെ തന്നെ ഫുഡ് കഴിച്ച ഉടനെ വയറ്റിന്ന് പോവുക, പോകുന്നത് വാട്ടറി സ്റ്റൂളാണ് അല്ലെങ്കിൽ മലബന്ധമാണ്, വയറിന് അസ്വസ്ഥതയുണ്ട്, വേദനയുണ്ട്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ IBSന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ IBS പേഷ്യൻസ് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ കൊണ്ടുപോകും. അതായത് പലപ്പോഴും അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഡയറ്റ് ഒഴിവാക്കി അല്ലെങ്കിൽ കുറേ ഡയറ്റുകൾ ഫോളോ ചെയ്ത് ഈ രീതിയിലൊക്കെ പോകുമെങ്കിലും നമ്മൾ ചില കാര്യങ്ങളിൽ അവെയർ ആയിരിക്കണം. എപ്പോഴാണ് ഇതിൽ പല സിംറ്റംസും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ അർജൻറ്റായിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറയുന്നത് 50 വയസ്സിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ബവൽ ഹാബിറ്റ്സിൽ വ്യത്യാസം IBSന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുവെങ്കിൽ എന്ത് തന്നെയായാലും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്നു, പക്ഷെ പെട്ടെന്ന് നമുക്കൊരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു എക്സസൈസ് ഒന്നും ചെയ്യില്ല, എന്നിട്ടും നമുക്ക് പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവെയർ ആയിരിക്കണം, നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ്. തേർഡ് വൺ, നമുക്ക് പല സിംറ്റംസും ഉണ്ട്, ആ സിംറ്റംസ് തന്നെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടുന്നു, സിവിയർ ആയിട്ട് വരിക, അല്ലെങ്കിൽ ആ സിംറ്റംസിൽ വലിയൊരു ചേഞ്ചസ് വരിക, ഇത്തരത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് അവെയർ ആയിരിക്കണം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി ഉറക്കത്തിൽ അതിനിടയിൽ നമുക്ക് വയറിന് അസ്വസ്ഥതയായിട്ട് എണീക്കുന്നു, പോയിട്ട് ഡിഫിക്കേഷൻ ഒരു പ്രാവശ്യമോ മേ ബി 2-3 പ്രാവശ്യമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൺസേണിങ് സിംറ്റം ആണ്, നമ്മളിത് നോക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഫിഫ്ത്ത് വൺ, മലം പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകാം. ഇതിൻ്റെ കൂടെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യേണ്ടതുണ്ട്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കോളൻ ക്യാൻസർ, സീലിയാക് ഡിസീസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിട്ടുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് IBSന്റെ ലക്ഷണങ്ങളൊക്കെ ഉള്ളൂ, IBS ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും കുറച്ച് ടെസ്റ്റുകളും കൂടെ എക്സ്ട്രാ ചെയ്ത് നോക്കേണ്ടതുണ്ട്.